ഏവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ മേൽ ഇറാന്റെ ആക്രമണം തുടരുകയും അതിന്റെ നാശത്തിന്റെ വ്യാപ്തിയുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വരാൻ തുടങ്ങിയതിനോടൊപ്പം തന്നെ നെതന്യാഹു ഗ്രീസിലേക്ക് മുങ്ങിയതായിട്ടാണ് ഇസ്രായേലിന്റെ തന്നെ ജെറുസലേം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ പ്രതികാര നടപടികളെ ഭയന്നിട്ടാണ് ഇയാൾ ഇസ്രായേലിന്റെ സ്റ്റേറ്റ് വിമാനമായ വിങ് ഓഫ് സിയോണിൽ കയറി ഗ്രീസിലെ ഏതൻസിലേക്ക് പുറപ്പെട്ടത്. ഇക്കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറയാതിരുന്നത് അതിന് ഒരു ഉറപ്പില്ലാഞ്ഞതുകൊണ്ടാണ്. എന്നാൽ ഇസ്രായേലി പത്രങ്ങൾ പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി ഇത് ചെയ്യുന്നത്. വെള്ളിയാഴ്ച രാവിലെ ബെൻഗുറിയോൺ വിമാനത്താവളത്തിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് 1 വിമാനം പറന്നുയർന്നത് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് തൊട്ട് പിന്നാലെ ഇസ്രായേലിന് നേരെ ഇറാന്റെ കനത്ത ആക്രമണം ഉണ്ടാകുമെന്നും അത് നെതന്യാഹു ഒളിക്കുന്ന ബങ്കറിനെ തകർക്കുമെന്ന ഒരു ഭയം മൂലമാണ് ഇയാൾ മുങ്ങിയത് എന്നാണ് റിപ്പോർട്ട്. ഇത്രയും ധൈര്യമില്ലാത്തവനൊക്കെ ഈ പണിക്ക് ഒരിക്കലും ഇറങ്ങാൻ പാടില്ലായിരുന്നു. ചുമ്മാ ഇരിക്കുന്ന ഒരു രാജ്യത്തെ പോയി ചൊറിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തം നാട്ടിൽ കിടക്കാൻ മേല. ഈ പാവപ്പെട്ട നാട്ടുകാരെയും അതുപോലെ തന്നെ ഇവൻ്റെ സൈന്യത്തെ എല്ലാം ഇവിടെ ഇട്ടിട്ട് ഇവൻ നേരെ കടിയെടുത്തെന്നുള്ളതാണ് രസം. ഇത് നല്ലൊരു ഭരണാധികാരിയാണ്, നല്ലൊരു പ്രവണതയാണ്. ഇത്തരം ഭരണാധികാരികൾ ഒരു രാജ്യത്തിന് ഉണ്ടാവുന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഇയാൾ എന്തിനാണ് ഈ ഗ്രീസിലേക്ക് പോകുന്നത് എന്ന് നമ്മളെല്ലാവരും സംശയിച്ചേക്കാം. ഇയാൾ ശരിക്കും അമേരിക്കയിലേക്കല്ലേ പോകേണ്ടത് എന്നായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത്. ശരി തന്നെയാണ്, ഇയാൾ മുങ്ങേണ്ടത് അമേരിക്കയിലേക്കാണ്. എന്നാൽ അമേരിക്കയിൽ ഇരിക്കുന്നത് ഒരു വലിയ വിടുവാനാണ് ഇയാൾക്കറിയാം. ഇയാൾ അവിടെ ചെന്നിറങ്ങിയാൽ ഉടനെ തന്നെ ട്രംപ് പത്രക്കാരെ വിളിച്ചിട്ട് ദേ വന്നിട്ടുണ്ട്, ഒളിച്ചു വന്നിട്ടുണ്ട്, ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് ദേ വന്ന് ഒളിച്ച് ഭാഗത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇയാൾ പത്രക്കാരെ വിളിച്ച് തന്നെ ട്രംപ് കാണിച്ചു കൊടുക്കുമെന്ന് ഈ നെതന്യാഹുവിന് നന്നായിട്ടറിയാം. ട്രംപിന് അത്രയും ബോധമല്ലേ ഉള്ളൂ. ഇയാളെ ഈ വെട്ടുകാലി വമ്മുഞ്ഞിനെ പോലെയാണ്. സകല കേസ് ഏറ്റെടുക്കും, വഴിയെ പോകുന്ന സകല ഗർഭവും ഏറ്റെടുക്കുന്ന ഒരാളാണ് ഈ ട്രംപ്. പുള്ളി ഇറാനെ ആക്രമിച്ച് കഴിയുമ്പോൾ ആദ്യം പറഞ്ഞെന്താണ്, അത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അത് നെതന്യാഹു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത് കുറച്ച് കഴിഞ്ഞ് പറയുക ഞാനാണിതെല്ലാം പറഞ്ഞത് എന്ന് പറയുന്ന ഒരു വിടുവായനാണ്. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ ഇയാൾ വന്നിട്ട് ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനകത്ത് കയറി ഈ എട്ടുകാലി വമ്മൂഞ്ഞ് ഇടപെടുമെന്നുള്ളതാണ് രസം. അതായത് ആ കാര്യത്തിൽ യാതൊരു ചളിപ്പുമില്ല. ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ എന്നാലും അയാൾ അങ്ങനെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് അന്തസ്സ് വിട്ടുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ പാടുന്നു. എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നും പുള്ളിക്ക് വിഷയമില്ല. അതുകൊണ്ടാണ് ഈ നെതന്യാഹു എന്ന് അറിയാം, ഇയാളൊരു വിടുവായനാണ്, അങ്ങോട്ട് പോയി ശരിയാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നെതന്യാഹു ഗ്രീസിലേക്ക് മുങ്ങിയത്. ഞാനിത് പറഞ്ഞാലും ഈ ഗ്രീസുമായിട്ട് ഈ ഇസ്രായേലിന് ഒരു കരാറുണ്ട്. അതായത് സൈനികമായി ഇവർ പരസ്പരം സഹായിക്കാമെന്നാണ് ആ കരാറ്. അതായത് ഈ പരസ്പരം ഈ രാജ്യങ്ങൾ എന്തെങ്കിലും അടിയന്തരമായൊരു വിഷയം വന്നു കഴിഞ്ഞാൽ പരസ്പരം സഹകരിക്കാമെന്നും സൈനികമായി തന്നെ ഇവരുടെ വിമാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാമെന്നൊരു കരാർ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഗ്രീസിലേക്ക് പോയത് കേട്ടോ. അക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ആയിരിക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കിപ്പോൾ കുറേ വിമാനങ്ങളുണ്ടല്ലോ, അതിൽ യാത്രാ വിമാനങ്ങളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അവർക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഈ ഇറാൻ ഇങ്ങനെ നിരന്തരമായിട്ട് മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരുന്നാൽ ഇതിനൊന്നും അവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. നിരന്തരമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ വന്ന് മിസൈലുകൾ വീണാൽ ഇവർ ഇത് സൂക്ഷിച്ചിരിക്കുന്ന നിലവറ എല്ലാം പൊട്ടിപ്പോവും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവർ നിലവറകളിലാണ് വിമാനങ്ങളെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. അതെല്ലാം പൊട്ടിപ്പോവല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ ഈ വിമാനങ്ങളെ മൊത്തമായിട്ട് തന്നെ ഗ്രീസിലേക്ക് മാറ്റാനുള്ള പരിപാടിയായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. ഇറാനെ ആക്രമിക്കാൻ നേരത്തുള്ള വിമാനങ്ങൾ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അക്കാര്യം സംരക്ഷിക്കുകയും ചെയ്യാം, ഇയാൾക്കവിടെ വല്ല പൊടിച്ചും തിന്നും ഒക്കെ ഇരിക്കുകയും ചെയ്യാം. അതിനായിരിക്കും ഗ്രീസിലേക്ക് പോയിരിക്കുന്നത്. ഇനി യുദ്ധമൊക്കെ കഴിയുമ്പോൾ പുള്ളി പതുക്കെ ക്യാമറായിട്ട് തിരിച്ചു വരും. അപ്പം നാടിവിടെ കുട്ടിച്ചോറായിട്ടുണ്ടാവും. എന്തായാലും ഇയാളിപ്പോൾ ഇസ്രായേലിലില്ല എന്നുള്ളതാണ് വസ്തുത. ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഈ നെതന്യാഹുവിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കുറച്ച് വിശദീകരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും, അത് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് കാത്തിരുന്നതാണ് ഈ ആക്രമണത്തിന് വേണ്ടി, വർഷങ്ങൾ കൊണ്ട് തയ്യാറെടുത്താണ് ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത്. കാരണം ഇറാനും ഈ ഇസ്രായേലും തമ്മിൽ നേരിട്ടൊരു സൈനികമായ യുദ്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല, അത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇറാൻ്റെ ശക്തി അവർക്ക് കറക്റ്റായിട്ട് തന്നെ അറിയില്ല. ഇസ്രായേലിൻ്റെ പവർ ഏതാണ്ടൊക്കെ ഇപ്പോൾ ഇറാൻ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇറാൻ്റെ പവർ മനസ്സിലാക്കിയിട്ടില്ല. പണ്ട് 80-ൽ ഇറാഖുമായിട്ടുണ്ടായിരുന്ന ഒരു യുദ്ധം മാത്രമേ ഉള്ളൂ, വലിയൊരു യുദ്ധം ഇറാൻ നടത്തിയിട്ടുള്ളൂ. ഇസ്രായേൽ ഒരിക്കലും ഇറാനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുമില്ല. പക്ഷേ
ഇപ്പം ഈ യുദ്ധം ഉണ്ടായപ്പോൾ ഇറാൻ്റെ ഫസ്റ്റിലത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ പുള്ളി അങ്ങ് പേടിച്ചു പോയെന്നുള്ള രസം. അതുകൊണ്ടാണ് ഈ ചങ്ങാതി ഇപ്പോൾ സ്ഥലം വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ ഈ പ്രസ്താവന പുറത്തുവിട്ടത് നേരത്തെ റെക്കോർഡ് ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഇയാളുടെ ഈ യാത്രയെ ന്യായീകരിക്കാൻ വേണ്ടി സൈന്യം പറയുന്നത് 2024 ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയപ്പോൾ അന്നും ഇതുപോലെ നെതന്യാഹു പുറത്തു പോയിരുന്നു എന്നാണ്. പക്ഷെ അന്നായിട്ട് പോയതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ഈ എയർപോർട്ടിൽ നിന്നും ഒരു വിമാനം പോയതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഈ പൊതുവേ ഈ സയനിസ്റ്റുകൾ കള്ളം പറയുന്നവരായതുകൊണ്ട് ഇവർക്ക് സ്ഥിരമായിട്ട് കള്ളം പറഞ്ഞില്ലേ ഉറക്കം കിട്ടില്ല. അപ്പം അതുപോലെ ഒരു കള്ളമായിരിക്കും. ഇപ്പം ഈ പോക്ക് ന്യായീകരിക്കാനും ഇതിൻ്റെ നാണക്കേടിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയായിരിക്കും ചിലപ്പം ഇവർ ഇങ്ങനെ പറയുന്നത്. ഞാൻ എന്തിനിങ്ങനെ പോകുന്നവനാണെങ്കിൽ പിന്നെ എന്തിനും ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നു, ആക്രമിക്കാൻ പോകുന്നു, കണ്ട രാജ്യങ്ങളെ കയറി ആക്രമിച്ചിട്ട് ഒളിക്കുക, എന്നിട്ട് ഇവിടെ കിടക്കുന്ന നാട്ടുകാർ മുഴുവൻ ചത്തുപോവുക. ഇതെല്ലാം ചെയ്യുന്നത് വല്ല ആവശ്യമുള്ളതാണ് ഈ ചെയ്യുന്നതൊക്കെ. ഇയാളെ മാത്രം സംരക്ഷിക്കുക, ജനങ്ങൾ മുഴുവൻ ഇവിടെ കിടന്ന് ചാകുക. അതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ. സത്യത്തിൽ ഇയാൾ ഈ പോകുന്നത് ഇറാന് തന്നെ ഗുണം ചെയ്യുന്നത്. കാരണം ഇറാൻ്റെ ആക്രമണത്തിൻ്റെ പവർ ലോകത്തിനും ഇതിലൂടെ മനസ്സിലാവുകയാണ്. ഇസ്രായേലിന് അത് താങ്ങാൻ കഴിയില്ല എന്ന് ഏതാണ്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ശരിക്കും നെതന്യാഹോ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ ഒക്കെ പ്രതീക്ഷിച്ചതിൻ്റെ 100 ഇരട്ടി മടങ്ങിലാണ് ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഒന്നല്ല 4 തവണ. ഇനി വീണ്ടും അവർ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് ഈ ഇറാൻ്റെ സൈനിക നേതൃത്വം ഇപ്പോൾ പറയുന്നത്. ഇത് ആദ്യം ഇസ്രായേലാണ് പറഞ്ഞത്, ഞങ്ങൾ തുടരെ ഇനി ഇറാനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഈ പറഞ്ഞവനിപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. അവർ പറഞ്ഞ കാര്യം ഇപ്പോൾ ഇറാൻ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. തുടരെയായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കേണ്ടി വരികയാണ്. എന്തൊരു രസകരമായ ഒരു യുദ്ധം എന്ന് ആലോചിച്ച് നോക്കണം. മിക്കവാറും ഇന്ന് രാത്രിയും വീണ്ടും ഇറാൻ ഇസ്രായേലിനെ അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇറാൻ ഇങ്ങനെ തുടർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നെതന്യാഹു ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത നമ്മൾ കേട്ടാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്.